ഒരിക്കലൊരു ശതാധിപൻ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ ബാല്യക്കാരൻ ഭവനത്തിൽ രോഗിയായി കിടക്കുകയാണ്, നീ അവനെ സൗഖ്യമാക്കണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ശതാധിപൻ പറയുകയാണ്, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. യേശു കർത്താവ് തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഈ ശതാധിപനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, 100 പേർക്ക് അധിപതിയായ ഒരു പൊസിഷൻ ഈ ശതാധിപന് ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിന്റെ മുമ്പിൽ യോഗ്യനല്ല എന്ന്. കർത്താവ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന്. ജീവിതത്തിൽ, ലോകത്തിൽ നമുക്ക് കിട്ടുന്ന പൊസിഷൻ നമുക്ക് ലഭിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നിഗളിച്ചു പോവാൻ സാധ്യതകളുണ്ട്. എന്നാൽ ഈ ശതാധിപനെ നമുക്ക് കാണുമ്പോൾ ആ മനുഷ്യനിൽ വ്യാപരിച്ച ആ ദൈവത്തിന്റെ താഴ്മ, കർത്താവിനോടുള്ള വിശ്വാസം, ആ മനുഷ്യന്റെ ഭവനത്തിൽ കിടന്ന ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടോ, ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ വളർന്നു എന്ന് പറഞ്ഞിട്ടോ, നമ്മൾ കർത്താവിനോടൊരു വ്യക്തിപരമായ ഒരു ബന്ധവും നമ്മുടെ ജീവിതത്തിൽ താഴ്മയും ഇല്ല എങ്കിൽ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ശതാധിപനെ പോലെ നമ്മൾ പുറംജാതിക്കാരനാണെങ്കിൽ പോലും യേശു കർത്താവിനെ വിശ്വസിപ്പാനും യേശു കർത്താവിൻ്റെ ദൈവീകതയും കർത്താവിനെ കാണുമ്പോഴുള്ള എൻ്റെ താഴ്മയും എന്നിൽ ഉണ്ടായെങ്കിൽ ആ ശതാധിപനിൽ വ്യാപരിച്ച അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. നമ്മുടെ വിശ്വാസം നമ്മുടെ ഭവനത്തിലുള്ളവരെ സൗഖ്യമാക്കാനും ഭവനത്തിലുള്ളവർക്ക് വിടുതൽ നൽകുവാനും ഇടയായിത്തീരും. ഈ പകൽക്കാലം ശതാധിപനുണ്ടായിരുന്നത് പോലെ കർത്താവിലുള്ള വിശ്വാസവും, കർത്താവിനെ കണ്ടപ്പോൾ അവൻ്റെ അയോഗ്യതയെ അവൻ തിരിച്ചറിഞ്ഞതുപോലെ നമ്മൾ ആരാണെന്നുള്ള ആ നമ്മുടെ യോഗ്യതയും നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.